ഒരൊറ്റ ഐറ്റം ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറികളോ ഉപ്പേരികളോ ഇറച്ചിയോ മീനോ ഒന്നും തന്നെ വേണ്ട. ഇത് മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് നിറയെ അല്ലെങ്കിൽ ഒരു വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാൽ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. തേങ്ങ അരക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വഴുതനങ്ങയാണ്. വഴുതനങ്ങാന്നോ കത്രിക്കാന്നോ എന്തും പറയാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുറിച്ചെടുത്ത് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണ്, ഞാനിവിടെ ഒരു 2 വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വഴുതനങ്ങയുടെ എല്ലാ പീസിലും നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇത് എത്തി കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. നല്ല നാടൻ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ഇല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. വഴുതനങ്ങയല്ലേ, ഒന്ന് ചൂട് കയറിയാൽ തന്നെ വഴുതനങ്ങ പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൊരിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളി ഇഷ്ടമുള്ളവർ പുളിയുള്ള തൈര് എടുത്താൽ മതി, അല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് തന്നെയാണ് ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വഴുതനങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ റെഡിയായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കടുകും വറ്റൽമുളകൊക്കെ അങ്ങനെ വറവിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറവിട്ടിട്ടും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വറവൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കറിക്കും ഉപ്പേരിക്കൊക്കെ പകരം ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്